കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ 75ാം വാർഷികത്തിൽ നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തറക്കല്ലിട്ടു. എം.എൽ.എയുടെ ആസ്തി വികസന സ്കീമിൽ നിന്നും അനുവദിച്ച 38 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മന്ദിരം നിർമ്മിക്കുന്നത്. കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ 75ാം വാർഷികത്തിൽ നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ തറക്കല്ലിടൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. എം.എൽ.എയുടെ ആസ്തി വികസന സ്കീമിൽ നിന്നും അനുവദിച്ച 38 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മന്ദിരം നിർമ്മിക്കുന്നത്. സാംസ്കാരിക കേന്ദ്രമാണ് കെടാമംഗലം. കെടാമംഗലത്ത് നിരവധി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിക്ക് സ്വന്തമായി പപ്പുക്കുട്ടി വകീലിൻ്റെ തന്നെ മകൻ 3 സെൻറ്റ് സ്ഥലം സൗജന്യമായി തന്നിരിക്കുകയാണ്. ഈ ലൈബ്രറി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നമ്മുടെ പറവൂരിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ്. വളരെ പൂർണ്ണമായ മനസ്സർപ്പിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ധാരാളം ആളുകൾ അത് നേതൃത്വം കൊടുക്കുകയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ലൈബ്രറിയാണ്. അപ്പോൾ അതിൻ്റെ വാർഷിക പരിപാടിക്ക് വന്നപ്പോൾ അതിനാവശ്യമായ പണം നൽകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പണം അനുവദിച്ച് ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. കെടാമംഗലം പപ്പുക്കുട്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറവൂരിൻ്റെ എല്ലാവർക്കും അഭിമാനമായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു നല്ല ഒരു ലൈബ്രറി മന്ദിരമാണ് ഇവിടെ വരാൻ പോകുന്നത്. എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി കെടാമംഗലത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമായി അത് മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എസ്. രതീഷ്, ഡോക്ടർ കെ.വി. കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ മനു പി. വിശ്വം, കെ.പി. സന്തോഷ്, ജയ ദേവാനന്ദൻ, ടി.പി. സോമൻ, ലിജി ലൈഘോഷ്, കെ.എസ്. ബിനോയ്, പി.പി. സുകുമാരൻ, വി.എസ്. അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു.